ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ട്രേഡ് ഹെൽപ്പർ. ഞാൻ ഇന്ന് സ്റ്റോക്ക് പറയാനൊന്നുമല്ല എത്തിയിട്ടുള്ളത്. കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടായിരുന്നു വന്നത്. ട്രേഡിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ ബിഗിനേഴ്സൊക്കെ ആയിരിക്കുമ്പോൾ നമുക്കറിയാം, നമ്മൾ ട്രേഡ് ഒന്ന് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് ഒന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു ആകാംക്ഷ ഉണ്ടാവും, അതിൽ നിന്ന് ക്യാഷ് ഉണ്ടാക്കണം. അല്ലെങ്കിൽ കുറച്ചൊക്കെ നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ ആദ്യമൊക്കെ നമുക്ക് നല്ല പ്രോഫിറ്റ് വരുമ്പോൾ നമ്മൾ അതുമായിട്ട് നന്നായിട്ട് അട്രാക്റ്റഡ് ആവും. അതായത് നമുക്കത് ഇനിയും ക്യാഷ് ഉണ്ടാക്കണം, നമുക്ക് പറ്റും എന്നൊരു കോൺഫിഡൻറ്റിലേക്ക് നമ്മളത് ചെയ്യാനായിട്ട് ഇറങ്ങും. അപ്പോൾ കുറച്ചൊക്കെ ആദ്യം പ്രോഫിറ്റ് കിട്ടും, പിന്നെ അത് അറിഞ്ഞുകൂടാതെ നമ്മൾ ലോസിലേക്ക് പോകും. കുറച്ച് ദിവസം കഴിഞ്ഞ് അത് സക്സസ് ആവുന്നവരുണ്ട്. ഓക്കെ, അപ്പോൾ അത് മുന്നിൽ കണക്കെടുത്തുകൊണ്ട് ഇതിൽ കുറച്ച് ഫ്രോഡായിട്ട് കാണിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് പ്രത്യേകിച്ച് തന്നെ ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് നമ്മൾ ഈ സ്ഥിരം ഇത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ആരെങ്കിലും പറഞ്ഞു തന്നിട്ടോ അല്ലാതെയോ കുറച്ച് ആളുകൾ കുറച്ച് ട്രേഡിനെ മുന്നിൽ നിർത്തിക്കൊണ്ട്, നമുക്കറിയാം ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴി നമ്മൾ കേൾക്കുന്ന കാര്യമാണ്, നമ്മുടെ കാശ്, നമ്മുടെ കയ്യിലുള്ള സമ്പാദ്യത്തെ തട്ടിക്കൊണ്ട് പോവുക അല്ലെങ്കിൽ അതിനെ പറ്റിക്കുക, ഫേക്കായിട്ട് അക്കൗണ്ടുകൾ തുടങ്ങി നമ്മളെ പറ്റിക്കുക എന്നുള്ള കാര്യം. അപ്പോൾ നമ്മൾ അതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുമ്പം, ഒന്നാമത്തെ കാര്യം, നമ്മൾ ചൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോംസ്, അതിലാണ് മെയിനായിട്ട്. ഒരാൾ പറഞ്ഞു തരുന്ന അല്ലെങ്കിൽ നമ്മൾ കേട്ടിട്ടില്ലാത്ത ഒരു ലിങ്ക് വന്നു കഴിഞ്ഞാൽ നമ്മളത് ഓപ്പൺ ചെയ്യരുത്. ഇപ്പോൾ നമുക്ക് അറിയാവുന്ന കുറച്ച് പ്ലാറ്റ്ഫോംസ് ലീഗലി ആയിട്ടുള്ള ഉണ്ട്, അല്ലാതെ കുറച്ച് ഇല്ലീഗലായിട്ട് ചെയ്യുന്ന പ്ലേ സ്റ്റോറിലെ ലിങ്ക് അയച്ചു തന്നിട്ട് അത് അതായത് ഫേമസ് ആയിട്ടുള്ള കമ്പനികളുടെ നെയിം അയച്ചു തന്നിട്ട് പറയും അത് ഡൗൺലോഡ് ചെയ്യാൻ. അവരതിൻ്റെ എന്തൊക്കെയാണ്, അപ്പോൾ ഞങ്ങൾ പറഞ്ഞിരുന്നത് പോലെ ചെയ്താൽ നിങ്ങൾക്ക് കോടികൾ അല്ലെങ്കിൽ ലക്ഷങ്ങൾ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ ടിപ്സുമായിട്ട് അവർ മുൻപിലേക്ക് വരും. ആദ്യമേ അവർ വരുന്നതെന്ന് വെച്ചാൽ വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴിയാണ് അവർ നമ്മളെ കണ്ടുപിടിക്കുന്നത്. നമ്മൾ ഗ്രൂപ്പിൽ ആഡ് ചെയ്യും, പിന്നെ അവർ നമ്മളോട് സോഫ്റ്റായിട്ട് സംസാരിക്കും. എന്താണ് അല്ലെങ്കിൽ എങ്ങനെ ട്രേഡ് ചെയ്യാം, ഞാൻ നിങ്ങളെ സഹായിക്കാം, നിങ്ങളിങ്ങനെ ഞങ്ങളുടെ വാട്സാപ്പിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ ഗ്രൂപ്പിൽ രജിസ്റ്റർ ചെയ്യാൻ പറയും. രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞിട്ട് ആദ്യം അവരുടെ അക്കൗണ്ട് നമ്പർ തരും. അവർ തരുന്ന നമ്പറിൽ മാത്രമേ നിങ്ങൾക്ക് കാശ് ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അവരുടെ പെർമിഷൻ ഇല്ലാണ്ട് നമുക്ക് കാശ് അതിൽ നിന്ന് വിഡ്രോ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ആദ്യം ഇവരുടെ കെണിയെന്ന് പറയുമ്പോൾ, ഇവർ കുറേശ്ശെ നമ്മുടെ പൈസ അങ്ങോട്ട് അവരിടാൻ പറയും. ഇടുമ്പോൾ അവർ പിന്നെ പറയും, നമ്മുടെ കയ്യിലുള്ള ക്യാഷ് കുറേശ്ശെ ആകുമ്പോൾ പോകുന്നത് അറിയില്ല. അപ്പോൾ ഇടുമ്പോൾ അവർ പറയും, നിങ്ങൾ ഇത്ര ട്രേഡ് ചെയ്തതിൻ്റെ ഇത്ര പ്രോഫിറ്റ് കിട്ടി. നമ്മളിവിടെ 1%, 2% പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ അവരവിടെ വാഗ്ദാനം ചെയ്യുന്നത് 20%, 30%, 40% എന്നൊക്കെയാണ്. അപ്പോൾ അങ്ങനെ ഒരിക്കലും നമുക്ക് 1 ഡേ ഇത്ര പ്രോഫിറ്റൊന്നും അങ്ങനെയൊന്നും ഫാസ്റ്റായിട്ടൊന്നും കിട്ടത്തില്ല. അപ്പോൾ അത് അവർക്കറിയാം. പക്ഷേ നമ്മളോടത് പറയുമ്പോൾ നമ്മളത് കേട്ട് അതിലേക്ക് അട്രാക്റ്റഡ് ആവുമെന്ന് പറഞ്ഞിട്ട് അവരങ്ങനത്തെ ടിപ്സുമായിട്ട് വരും നിങ്ങളുടെ പറ്റിക്കാൻ വേണ്ടിയിട്ട്. അവസാനം എല്ലാ ക്യാഷും ഇട്ട് കഴിഞ്ഞ് കുറേ രൂപയാകുമ്പോൾ വിഡ്രോ ചെയ്യാൻ നേരം ചോദിക്കുമ്പോൾ അവർ പറയും അത് പറ്റത്തില്ല, ഇനി ടാക്സ് ഫീ അടച്ചാൽ മാത്രമേ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ പറ്റൂ. ടാക്സ് ചോദിക്കുമ്പോൾ പിന്നെയും ലക്ഷങ്ങൾ അടയ്ക്കേണ്ടി വരും. ഇങ്ങനെ അടച്ചടച്ച് ഒരു സമയമാകുമ്പോൾ അവരുടെ ലിങ്കും ഗ്രൂപ്പും നിങ്ങളെ ലെഫ്റ്റ് ആക്കിക്കൊണ്ട് എല്ലാം കൊണ്ട് പോകും. ആദ്യം വരുന്നത് അവരുടെ അസിസ്റ്റൻസ് വളരെ സോഫ്റ്റായിട്ടാണ് സംസാരിക്കുന്നതും, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ക്ലിയർ ചെയ്ത് തരാമെന്ന് പറയും. അത് കഴിഞ്ഞ് ഇതെല്ലാം വാട്സപ്പ് ഗ്രൂപ്പ് വഴി കേട്ടോ, പിന്നെ അല്ലാതെ ലിങ്ക് വഴിയൊക്കെ അയക്കാനുള്ള സാധ്യതകളും ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഏതൊരു തരത്തിലും നമ്മുടെ അല്ലെങ്കിൽ ഗ്രൂപ്പുകളിൽ അറിഞ്ഞുകൂടാത്തവർ മിക്കവർക്കും അറിയായിരിക്കും. പക്ഷേ അങ്ങനെ ഒരു കെണിയുമായിട്ട് വന്നു കഴിഞ്ഞാൽ ഏത് ഗ്രൂപ്പ് ആയിക്കൊള്ളട്ടെ, അവരുടെ കയ്യിൽ ക്യാഷ് ഏൽപ്പിക്കുകയാണെങ്കിൽ ഇത്ര പ്രോഫിറ്റ് ഞങ്ങൾ ഇതിൽ നിന്നും എടുത്തു തരാമെന്ന് പറഞ്ഞിട്ട് മുൻപോട്ട് വരുന്ന ഗ്രൂപ്പുകളെ സ്വീകരിക്കാതിരിക്കുക. എപ്പോഴും നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോംസ് മാത്രം സെലക്ട് ചെയ്ത് അതിൽ നിങ്ങൾക്കറിയാമെന്നുള്ളത് പോലെ ഇട്ട് നമുക്ക് ക്യാഷ് ഉണ്ടാക്കാം.
അപ്പോൾ IPO ഒക്കെ വരുന്നുണ്ട്. IPOസിൽ അവരിത്ര അല്ലെങ്കിൽ അവർ നമുക്ക് ഷെയർ മേടിച്ച് തരാം, അതൊരു ഡബിൾ പ്രോഫിറ്റ് ആകും, അങ്ങനെയൊന്നുമില്ല. IPOയെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നല്ല നന്നായിട്ട് മൂവ്മെൻ്റ് ഉള്ള അല്ലെങ്കിൽ 100%, 200% വരെ കയറുന്ന സ്റ്റോക്കുകളുണ്ട് ഫസ്റ്റ് ഡേ തന്നെ, അതിൻ്റെ ആ തുടങ്ങുന്ന സ്റ്റാർട്ടിങ് ഡേയിൽ. പക്ഷേ അത് എല്ലാവർക്കും ഒന്നും പെട്ടെന്നൊന്നും അത് IPO ആപ്ലിക്കേഷൻ ഇടുമ്പോൾ കിട്ടത്തില്ല. പക്ഷേ ഇതുപോലത്തെ ഗ്രൂപ്പുകൾ പറയും ഞങ്ങളെ സമീപിച്ചാൽ ഞങ്ങൾ IPO നിങ്ങൾക്ക് ഇത്ര ഷെയർ വാങ്ങിച്ച് തരാം, ഇത്ര രൂപ ഞങ്ങൾക്ക് അടയ്ക്കാനൊക്കെ പറയും. പക്ഷെ അതെല്ലാം ഫേക്കാണ്, ഫ്രോഡാണ്. ഒരിക്കലും നമ്മളതിൽ വീണ് കഴിഞ്ഞാൽ നമുക്കതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. ഇങ്ങനെ ഇഷ്ടം പോലെ ഗ്രൂപ്പുകളുണ്ട്. കൂടുതൽ ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ് അവർ വരുന്നത്. അപ്പോൾ നമ്മളതിൽ നിന്നും എങ്ങനെ വന്നിരുന്നാലും നമ്മൾക്ക് ആരും തന്നെ അതിൽ 1 രൂപ പോലും നിക്ഷേപിക്കാൻ പാടില്ല. അറിഞ്ഞുകൂടാത്ത ഒരുപാട് പേരുണ്ട്. കുറച്ച് അനുഭവത്തിൻ്റെ പുറത്താണ് നമ്മുടെ കുറച്ച് പേരുടെയൊക്കെ അറിവിൻ്റെ ഒരു ഇതിലാണ് ഞാനും പറയുന്നത്. നേരിട്ട് അനുഭവമുള്ളത് കൊണ്ട്, ഇങ്ങനത്തെ ഗ്രൂപ്പുകൾ നേരിട്ട് അറിയാവുന്നത് കൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ഇൻഫർമേഷൻ നിങ്ങളും മാക്സിമം അറിഞ്ഞിരിക്കണം എന്ന് ഞാനും ചിന്തിക്കുന്നത്. ആർക്കും ഇങ്ങനെ വരരുത്. അപ്പോൾ മാക്സിമം നിങ്ങൾക്കറിയാമെന്നുള്ളവർക്കും നിങ്ങളിത് പറഞ്ഞു കൊടുക്കുക. ആരുടെ കയ്യിലും ക്യാഷ് കൊടുത്തിട്ട്, അതിപ്പോൾ ഗ്രൂപ്പുകളാവട്ടെ, നമ്മുടെ റിലേറ്റീവ്സ് അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആരെങ്കിലും പറയുകയാണ് ഇത്ര രൂപ എൻ്റെ കയ്യിൽ തന്നാൽ ഞാൻ ഇത്രയാക്കി തരാമെന്ന് പറഞ്ഞാൽ പോലും കൊടുക്കരുത്. കാരണം ആരെക്കൊണ്ട് വളരെ പെർഫെക്റ്റായിട്ട് ട്രേഡ് ഇതിൽ എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. ചെയ്യാൻ അറിയാത്തവരുണ്ടെന്നല്ല, നന്നായിട്ട് ചെയ്യുന്നവരുണ്ട്. അല്ലാതെ ഒരുമാതിരിപ്പെട്ട എനിക്കറിയത്തില്ല. പെട്ടെന്ന് ട്രേഡെന്ന് പറയുമ്പോൾ വളരെ ടഫാണ്. അപ്പോൾ നിങ്ങളുടെ കാശും കൂടെ വെള്ളത്തിലാവും, തിരിച്ച് കിട്ടത്തില്ല. അപ്പോൾ നിങ്ങൾക്കറിയാമെങ്കിൽ ചെയ്യുക, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കേ.